കേരള ആരോഗ്യ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു. ഇന്നും കുറെ പ്രശസ്തി നമുക്കുണ്ട്. എന്നാൽ പുതിയ ചില പ്രവണതകൾ നമ്മുടെ ആരോഗ്യരംഗത്ത് വന്നു കഴിഞ്ഞു. ബഹിരാഷ്ട്ര കുത്തക കമ്പനികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു, ആശുപത്രികൾ ഏറ്റെടുക്കുന്നു. അതൊന്നും വലിയ അപരാധമായി കാണാനില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന ചില പ്രത്യാഘാതങ്ങൾ വളരെ സജീവമായി കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അത് അനുഭവപ്പെട്ടു തുടങ്ങി. നമ്മുടെ സാധാരണ രോഗികൾക്ക് സർക്കാർ സംവിധാനം ഉണ്ടെങ്കിലും ഇത്രയധികം ആളുകൾ തള്ളിക്കയറുന്ന ഒരു സംവിധാനത്തിൽ അവർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും എന്ന ധർമ്മസങ്കടത്തിലാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ്. അതേസമയം ചൂഷണത്തിന്റെ മറ്റൊരു മുഖവുമായി ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന വലിയ വലിയ കുത്തകൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ അമീത്, ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു കാലത്ത് നമുക്ക് വളരെ അഭിമാനമായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം എന്ന് പറയാം. ഇപ്പോൾ കാര്യം ഭയങ്കരമായിട്ട് സങ്കീർണമായി പല കാര്യങ്ങളും കീഴ്മേൽ മറിയുന്നു. ഇതുപോലെ ഈ എക്സിറ്റ് പ്ലാനുള്ള കമ്പനികൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും വളരെ അലോസരം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ ഈയിടയ്ക്ക് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഒരു ചികിത്സ സംബന്ധിച്ച് ഒരാളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ആശുപത്രിയിൽ പറയുന്ന എമൗണ്ടിൻ്റെ ഒരു 70% അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം രീതിയിൽ സിറ്റുവേഷൻ മോശമാകുന്നു എന്ന സൂചന നിങ്ങൾ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിക്കായിരിക്കും കുറച്ചുകൂടി നേരെ അറിയാൻ പറ്റുക. ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. ഇതിനെതിരായിട്ട് ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തി ഹിന്ദു പേപ്പറിൽ ഫ്രണ്ട് പേജിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്ത തീരുമാനം MES ഒരു ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് തുടങ്ങാൻ പോവാണ്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാറ് പറഞ്ഞ നമ്മളൊരു സ്റ്റഡി നടത്തിയപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് MES ഉണ്ടായ ബില്ലിന്റെ ഓൾമോസ്റ്റ് 2 to 3 times ആണ് ആവറേജ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ പുറത്തുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് MES ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് നമ്മൾ തീരുമാനിച്ചത് ആ ഒരു ചോയ്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രൈസ് കൺട്രോൾ ആണോ നിങ്ങളുടെ ലക്ഷ്യം? പ്രൈസ് കൺട്രോൾ നമ്മൾ പെരുന്തൽമണ്ണ നഗരത്തിലാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ഉള്ളത്. അവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് പ്രൈസ് കൺട്രോൾ നമ്മളാണ്. അതുകൊണ്ട് അവിടെ ഉള്ള ബാക്കി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമ്മുടെ മേളിൽ ഇച്ചിരി കൂട്ടാൻ പറ്റുള്ളൂ അവർക്ക്. അപ്പോൾ പ്രൈസ് കൺട്രോൾ മെക്കാനിസം ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് വരണം. അപ്പൊ അതിനകത്ത് ഒരു മെഡിക്കൽ കോളേജിനോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ലോക്കൽ ഗ്രോൺ ഒരു ഹോസ്പിറ്റലിന് സാധിക്കും. എനിക്ക് ഇതിനകത്ത് ആകെ പറയാനുള്ള ഏറ്റവും വലിയ ആശങ്ക സാർ എന്താ അറിയോ, ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എല്ലാവരും പറഞ്ഞു വലിയ ഇൻവെസ്റ്റ്മെന്റ് വരും, തടയാൻ പറ്റില്ല. പക്ഷെ എന്തറിയോ, ഞാൻ ഒറ്റ ചോദ്യമുള്ളൂ, ഇവർ പറയുന്നുണ്ട് ഭയങ്കര ഡെവലപ്മെന്റ് വരും. ഈ ഫണ്ട് വെച്ചിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആശങ്ക. അവർ പുതിയൊരു ഹോസ്പിറ്റൽ പണിയോ ഗ്രീൻഫീൽഡ് പ്രോജക്റ്റ് അല്ല ചെയ്യുന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽസിനെ വാങ്ങിച്ചെടുത്ത് ഒരു ഇന്നവേ ഒരു മോണോപ്പൊളി ഉണ്ടാക്കാണ്. അതൊരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകാൻ വളരെയധികം സാധ്യതയുള്ള സിറ്റുവേഷനാണ്. ഈ വന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഫേംസ് സർ, ദുബായിലൊക്കെ നോക്കുമ്പോൾ ജർമ്മൻ ഹോസ്പിറ്റലൊക്കെ വരാറുണ്ട്. ഒരു വലിയ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ദേ ഹാവ് കം ആസ് എ ഇക്വിറ്റി ഫേം. അപ്പൊ അവരിവിടെ വരുമ്പം അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് വരുന്നതിന്റെ മെയിൻ റീസൺ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള കൺട്രി ഏതാണ്? ഇന്ത്യയാണ്. പോപ്പുലേഷൻ ആണ് ഇവരുടെ പ്രോഡക്റ്റ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ പേഷ്യന്റ് ആണ് പ്രോഡക്റ്റ്. അവർ നമ്മൾ വിചാരിക്കുന്നതല്ലേ ചീപ്പ് എഫക്റ്റീവ് അവരെ ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരാനില്ല. അവിടുത്തെ ആൾക്കാർ ഓൾറെഡി ഇൻഷുറൻസിലേക്കാണ്, അവർ ഇൻഷുറൻസിലാണ്. അവരൊരിക്കലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല. നമുക്ക് ചെയ്യാൻ പറ്റും, ഗവൺമെന്റിന് മെഡിക്കൽ ടൂറിസം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല സർ. മെഡിക്കൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടില്ല. നമുക്കിപ്പോൾ ടർക്കി, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ, ടർക്കിയിൽ എല്ലാവരും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാവരും പോയിട്ട് ടർക്കിനെ കളിയാക്കും. ഏറ്റവും നല്ല ഭംഗിയായിട്ട് മുടി. ആരെങ്കിലും ടർക്കി പോയാൽ അടുത്ത ദിവസം പുതിയ മുടിയായിട്ട് തിരിച്ചു പറയും. ടർക്കിയിൽ അവർ ഒരു രീതിയിൽ ആഡ് കൊടുത്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ അവർ അത് തെളിയിച്ചെടുത്തിട്ട് അത് എങ്ങനെ സക്സസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും അഫോർഡബിൾ ആൻഡ് അവൈലബിൾ കംപ്ലീറ്റ്ലി വിത്ത് എല്ലാ സിസ്റ്റമായിട്ട്. കേരളത്തിൽ ഇത്രയും നല്ല ഡോക്ടർമാർ സിസ്റ്റം ഉണ്ടായിട്ട് കേരള ഗവൺമെന്റിന് ഒരു റെപ്യൂട്ടഡ് ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഇല്ല. ഇപ്പൊ വലിയ ഹോസ്പിറ്റൽസിനാണ് സാർ മെഡിക്കൽ ടൂറിസം ആക്സസ് ഉള്ളത്. എന്തിനാണ് വലിയ ഹോസ്പിറ്റൽസ് മാത്രം മെഡിക്കൽ ടൂറിസം ആക്സസ് ആവശ്യം? ചെറിയ ഹോസ്പിറ്റൽസിന് കൊടുക്കല്ലോ. സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഈ സർജറീസിനൊന്നും വലിയ അഡ്വാൻസ് ടെക് ഒന്നും വേണ്ട നമുക്ക്. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. നമ്മുടെ ആൾക്കാർ സാർ പറഞ്ഞില്ലേ ഭയങ്കര ഭയമാണെന്നുള്ള, ഈ ഭയമാണ് മാർക്കറ്റ്. ഈ ഭയത്തിൽ പറയും, എനിക്കറിയാം എൻ്റെ ഹോസ്പിറ്റൽ അവിടെ വരുമ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്, അയ്യോ അവിടെ പിള്ളേരെ പഠിപ്പിക്കുന്നതാണ്, നിങ്ങളവിടെ പോയല്ലേ, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഈ പഠിപ്പിച്ച ഡോക്ടർമാരില്ലേ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിനൊക്കെ വലിയ ഡോക്ടർമാരില്ലേ പിന്നെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരെ ഭയം സൃഷ്ടിച്ചുകൊണ്ട് പതുക്കെ കോർപ്പറേറ്റിലേക്ക് വരുത്തിക്കുക, 3 ഇരട്ടി ബില്ലിടുക. അപ്പൊ നമുക്ക് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് തന്നെ ഈ എന്തുകൊണ്ട് മെഡിക്കൽ ടൂറിസത്തിന് ആക്സസ് ചെറിയ ഹോസ്പിറ്റൽസിന് കൊടുക്കുന്നില്ല? ഇപ്പൊ ഈസ്റ്റേൺ യൂറോപ്പിലെ ആൾക്കാർക്കൊന്നും വലിയ പൈസയൊന്നും ഇല്ല. അവർക്ക് ഇവിടെ വന്ന് ചെയ്താൽ അവർക്ക് ഭയങ്കര അഫോർഡബിൾ ആവും. അപ്പൊ നമ്മൾ ആ മാർക്കറ്റ് നമ്മൾ ടാപ്പ് ചെയ്യുന്നില്ല, ഇവർ ടാപ്പ് ചെയ്യുന്നത് നമ്മളെയാണ് സർ. ഒരിക്കലും പുറത്തെ ആൾക്കാരോട് കൊണ്ടുവരുന്നില്ല. ആയുർവേദോ അതും വരും സർ, അതും വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, ഒരു വലിയൊരു ഹോസ്പിറ്റൽ ചെയിൻ ദുബായിൽ തുടങ്ങിയിട്ടുണ്ട്. അവരും വരും മിക്കവാറും. അധികകാലം പ്രതീക്ഷിക്കേണ്ട. മുണ്ടും മാറി പാന്റ് ആവേണ്ടി വരും. അതാ നടക്കാൻ പോകും നമ്മളെല്ലാരും.
സാർ നമ്മളെല്ലാരും പറയാം അലോപ്പതിയും ആയുർവേദം അടിയാന്നുള്ള. ഞാൻ ആകെ ഇവർക്ക് പറയുന്നുണ്ടെങ്കിൽ എത്രയോ ആയുർവേദിക് ഡോക്ടർമാർ, ഞാൻ റേഡിയോളജിസ്റ്റ് ആണ്, അവർ MRI എഴുതാറുണ്ട്. എന്നുവെച്ചാൽ അവർക്കറിയാം അവരുടെ ട്രീറ്റ്മെന്റിന് മുമ്പായിട്ട് അലോപ്പതിന്റെ ഹെൽപ്പ് വേണമെന്നുള്ള. അപ്പം കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ആയുർവേദം ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആക്ച്വലി അടിപൊളി പ്ലേസ് ആണ്. അത് നമ്മൾ ഒരുമിച്ച് ഒത്തു തീർന്നു കഴിഞ്ഞാൽ ഇറ്റ് ബി ദ ബെസ്റ്റ് മെഡിസിൻ പ്രാക്ടീസ് ആയി മാറാൻ സാധിക്കും. പോസ്റ്റ് കെയർ സർ, പോസ്റ്റ് കെയർ ഇവർക്ക് നല്ലതാണ്. ഇവർക്ക് പോസ്റ്റ് കെയർ നമ്മൾ ഒരു സെക്കൻഡ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം, നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന സാധനം നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ്. അതിൽ ഭയങ്കര ഡിസ്അഗ്രിമെന്റ് ഉള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ വാക്സിൻസ് വന്നു, കോവിഡ് വാക്സിൻസ് വന്നു, ഏറ്റവും ചീപ്പസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ട്. അപ്പൊ നമ്മുടെ ഈ കമ്മ്യൂണിക്കബിൾ, ഞാൻ ഒറ്റ ഒന്ന് പറയട്ടെ, ഞാൻ അറിയോ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയത് നമ്മൾ പകർച്ചവ്യാധികൾ പറഞ്ഞില്ലേ, എല്ലാം ഈ നല്ല മരുന്നുകളോട് ഉണ്ടാക്കിയോണ്ടാണ്. ഇപ്പൊ എന്താ പറ്റി പറയാം, ഇപ്പൊ നേടം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എന്താ പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒരേ ഫാക്ടറി പോയിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്, ഇപ്പൊ നടക്കുന്നുണ്ട്. അതിന് അവരെ ബ്രാൻഡ് ഒട്ടിക്കുകയാണ്. ആ ബ്രാൻഡ് അതിനകത്തറിയോ പ്രോഫിറ്റ് പെർസെന്റേജ് കൂടും. നമ്മുടെ എസ്റ്റാബ്ലിഷ് ബ്രാൻഡ്സിന് ഒരു കുഴപ്പമില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന എല്ലാ എസ്റ്റാബ്ലിഷ് ബ്രാൻഡ്സും സൂപ്പറാണ്. അതാണ് ഇപ്പൊ അടുത്ത ഒരു ഫ്രഞ്ച് ബ്ലോഗർ വന്ന് പറഞ്ഞു, ഒരു മരുന്ന് ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ടല്ല, ഓസ്ട്രേലിയൻ ബ്ലോഗർ എന്ന് പറഞ്ഞു, ആ മരുന്ന് ഓസ്ട്രേലിയയിൽ എത്ര $10,000, ഇതേ മരുന്ന് ഇവിടെ എനിക്ക് $500 കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഈ മരുന്നും കൂടെ അഫോർഡബിൾ അല്ലെങ്കിൽ നമ്മളിപ്പോ ഹൈ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിൽ എവിടെയാണ് ഞാൻ ഡിസഗ്രിമെന്റ് പറഞ്ഞത്, ഞാൻ എപ്പോഴും നമ്മുടെ ജനതയ്ക്ക് ഒരു വിശ്വാസമുണ്ട്, ബില്ല് കൂടിയാൽ ട്രീറ്റ്മെന്റ് അടിപൊളി. ഇതാണ് പ്രശ്നം. അല്ല, ചെലവ് കൂടണം, ചെലവ് കൂടിയാൽ ബില്ല് കൂടിയാൽ സ്കില്ല് കൂടി. അല്ല, സർക്കാർ ഈ മരുന്നേ മരുന്നിന് തന്നെ വില ഇട്ടായിരുന്ന കുറച്ച് വില വന്നു തന്നെ. അല്ല, ജനൌഷധി നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ജനൌഷധി ഫാർമസി നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ടല്ലോ. ഈ ചെറിയ ഹോസ്പിറ്റൽസിനെ നിങ്ങൾ എഴുതി തള്ളല്. എന്റെ സിറ്റി, എന്റെ വീട്ടിനടുത്ത് രാജേന്ദ്ര നഴ്സിംഗ് ഹോം ഉണ്ട്. അവിടെ പനി കൈ മുറിഞ്ഞാലൊക്കെ പോയി എല്ലാ ആൾക്കാരും പോകുന്ന സ്ഥലമാണ്. ഇപ്പൊ ആ സ്ഥലം പൂട്ടിയാൽ ഞാൻ പോകേണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ്. ഇവിടെ 500 കഴിയുന്ന കാര്യം അവിടെ 5,000 to 25,000 വരെ പോകും. അതുകൊണ്ടാണ് PPP മോഡലാണ് ഏറ്റവും. ഞാൻ സാർ വേറെ കാര്യം പറയാം, എന്തുകൊണ്ടാണ് വേറെ ഈ വലിയ മൾട്ടിനാഷണൽ കമ്പനി വന്നറിയോ? വെച്ചിട്ടുണ്ടെങ്കിൽ ചീപ്പ് ലേബർ ഫോഴ്സ് തന്നെയാണ്. ഇവർക്ക് അറിയാതെ. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും ടോപ്പ് നഴ്സുമാരുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ള സ്ഥലം, ഈ ഡോക്ടർമാർ IMA ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത്. കാര്യം അറിയോ, ആ ഡോക്ടർമാർക്ക് നാളെ ഇനി എവിടെയും പോകാൻ പറ്റില്ല. സാർ ഞാൻ പറയാം, എന്റെ സിറ്റി കോഴിക്കോടാണ്. അവിടെ നിന്ന് എന്താ വെച്ചാൽ ഡോക്ടർമാർ സാർക്കറിയാം, കുറച്ച് ഡോക്ടർമാർ അടികൂടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ മറ്റേടത്തേക്ക് പോകും. അവർക്ക് ചോയ്സ് ഉണ്ട്. ഇതിപ്പോ ഈ 2 ഹോസ്പിറ്റൽ ഒരു മുതലാളിയാണ്, ഇവരെങ്ങോട്ട് പോകും. അപ്പൊ ഓട്ടോമാറ്റിക്കലി മുതലാളി ഒരു ഇത് ട്രാൻസ്ഫർ പോളിസി മാറും. അപ്പൊ ഓട്ടോമാറ്റിക് അറിയോ, ഈ ചീപ്പ് ലേബർ ഫോഴ്സ് ആണ് ഇവർ വേറെ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വരുന്നത്. ഇവിടെ കണ്ടമാനം ഡോക്ടർമാരും നഴ്സുമാരുണ്ട്. നാളെ ഒരു ഗ്യാസ്ട്രോളജിസ്റ്റ് ഇറങ്ങിപ്പോയാൽ അടുത്ത ആൾ റെസ്യൂം വെച്ച് കയറും. അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടർമാരുടെ സ്ഥിതിയും നഴ്സുമാരുടെ സ്ഥിതിയും വളരെ മോശമാവും ഇത് വന്നു കഴിഞ്ഞാൽ. ഇപ്പം അവര് വളരെ നല്ല രീതിയിലൊക്കെ പറയും, ഇപ്പം നഴ്സുമാരുടെ ശമ്പളം കൂട്ടലൊക്കെ പറയും, പക്ഷെ നാളെ പിന്നെ മോശം. കൊറോണയ്ക്ക് മുമ്പ് ഒരുപാട് ആശുപത്രികൾ ലോസിലായിരുന്നു. ഒരുപാട് ആശുപത്രി കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം ഇത്. കൊറോണയ്ക്ക് ശേഷം എല്ലാവരും പ്രോഫിറ്റബിൾ ആയി തുടങ്ങി. എന്താ പറയുക, ഈ കൊറോണ വന്നതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര ഭീതി തുടങ്ങി. അപ്പൊ എവിടെ പോലെ എന്ത് ടെസ്റ്റ് പറഞ്ഞാലും അപ്പൊ ചെയ്തു കൊടുക്കും. അപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഈ ചേഞ്ച് ഇൻ കൾച്ചർ വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഹോസ്പിറ്റലിൽ പോയേ പറ്റത്തുള്ളൂ. കൊറോണ വേറെ കോമഡി കൂടെ പറഞ്ഞു സാർ, നമ്മൾ ഈ കൊറോണ വന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിലും കൊറോണ പേഷ്യന്റ്, കൊറോണ കഴിഞ്ഞതിന് ശേഷം രോഗികൾ കുറച്ചുകൂടെ പേടിച്ചു തുടങ്ങി. കാര്യം അറിയോ, ഈ കൊറോണ വന്ന കൊറോണ കാര്യം പറഞ്ഞ കൊറോണ വന്ന സമയത്ത് ഒരു ആശുപത്രിയും കൊറോണ പേഷ്യന്റ് എടുക്കാൻ തയ്യാറല്ലായിരുന്നു. തുടക്കത്തിൽ ആദ്യം MES പോലത്തെ ആശുപത്രി എടുക്കാൻ തുടങ്ങിയത്. അതിനുശേഷം കൊറോണ ഇവര് മനസ്സിലാക്കി. ഞാൻ ഒരു കൊച്ചിയിലെ ഒരു ആശുപത്രി, എന്റെ അങ്കിള് കിടന്ന ആശുപത്രി ഉണ്ട്, ആ ആശുപത്രിയിൽ പെർ ഡേ 2 lakhs ചോദിച്ചു കൊറോണ ട്രീറ്റ് ചെയ്യാൻ. ആകെ കൊടുത്ത പനിക്ക് മരുന്ന് മാത്രം പേടിപ്പിച്ചിട്ട് 2 ലക്ഷം രൂപ പെർ ഡേ വാങ്ങിച്ച ഹോസ്പിറ്റലാണ്. അങ്ങനെയാണ് ഹൈക്കോടതി MES വന്നിട്ട് MES എഴുതി കൊടുത്തു ഇത്ര പാക്കേജിന് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ അതിനാണ് നമ്മൾ പാൻഡമിക് പ്രോഫിറ്റ് പേരിട്ടത്. അപ്പൊ പാൻഡമിക്കിന് ശേഷം ഹോസ്പിറ്റൽ നമ്മൾ പേരിട്ടു പാൻഡമിക് പ്രോഫിറ്റ്. കാര്യം ഇതിൽ ആൾക്കാർ ശരിക്കും പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട് പാൻഡമിക് സമയത്ത്. കോവിഡ് നമ്മൾ നല്ലോണം ചെയ്താലും അതിനുശേഷം നമ്മുടെ ആൾക്കാരെ നമ്മൾ ശരിക്കും പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജനത്തിന്റെ നമ്മൾ ശരിക്കും ഇപ്പൊ മനസ്സിലായില്ലേ, കഴിഞ്ഞ ചർച്ചയിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു കോവിഡിന് ശേഷം ആശുപത്രികളെല്ലാം പ്രോഫിറ്റ് ആയി. അന്ന് ഞങ്ങൾ നഷ്ടത്തിലാന്ന് പറഞ്ഞത് തന്നെ ഇപ്പൊ പ്രോഫിറ്റ് ആയെന്ന് മനസ്സിലായില്ലേ. ഞങ്ങൾ ചോദിക്കുന്നത് പോലും ന്യായമാണെന്ന് മനസ്സിലായില്ലേ. അപ്പൊ ഈ ചർച്ചകൾ പോലും ജാസ്മിൻ മുഖത്തേക്ക് പറയാൻ എതിർപ്പ് പറയാൻ വേണ്ടി ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അറിയോ, ജാസ്മിൻ എപ്പോഴും എല്ലാ ഹോസ്പിറ്റലും ഒറ്റക്കെട്ടായിട്ട് കാണും. സാർക്കറിയാം, ചെറിയ ഹോസ്പിറ്റൽ, നമ്മളെ പോലത്തെ ചെറിയ ഹോസ്പിറ്റൽ ഉണ്ട്, ഒറ്റക്കെട്ടായിട്ട് ഇരിക്കുമ്പോൾ ജാസ്മിൻ ചൂണ്ടുന്ന വലിയ ഹോസ്പിറ്റലിലേക്കാണ് വലിയ പ്രോഫിറ്റ് ഉള്ളത്. അപ്പൊ ആ കുറെ ഹോസ്പിറ്റൽ ഉണ്ട് സാർ കടത്തിലുള്ള. ഈ ഹോസ്പിറ്റൽ മുതലാളികൾ ജാസ്മിൻ ഒറ്റ പ്രശ്നമുണ്ട്, എന്താ വെടിവെക്കുമ്പോൾ എല്ലാവരും മേത്തേക്ക് വെടിക്കുന്ന സ്വഭാവം. അല്ല, കാടടിച്ച് വെടിക്കുക അത് പറ്റൂല. ഒന്നെങ്കിൽ ഒരു സ്നൈപ്പർ ആയിട്ട് ഒരാളെ മാത്രം വെടിച്ചു, എല്ലാരും മേത്തേക്ക് വെടിച്ചിട്ട് കാര്യമില്ല. ഇൻഷുറൻസ് പ്രശ്നം അറിയോ, വേണ്ട ആൾക്ക് അവർ ഇൻഷുറൻസ് കൊടുക്കൂല. അതാണ് പ്രശ്നം. വേണ്ട ആൾക്ക് വയസ്സാരല്ലോ പ്രായ ആൾക്ക് കൊടുക്കൂല, ഓട്ടോമ്യൂൺ ഡിസീസ് ആൾക്ക് കൊടുക്കൂല, ക്യാൻസർ ഉള്ള ആൾക്ക് കൊടുക്കൂല. പിന്നെ ആർക്കാണ് ഇൻഷുറൻസ് വേണ്ടത്?